കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ. പക്ഷേ കോൺഗ്രസിൽ പോരാട്ടം സർക്കാരിനെതിരെയല്ല, സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെയാണ്. കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കില്ലെന്ന് സൂചന കിട്ടിയതോടെ സമ്മർദ്ദ രാഷ്ട്രീയം ശക്തമാക്കി കെ സുധാകരൻ. ഫേസ്ബുക്കിലൂടെ അണികളെ ആവേശഭരിതരാക്കി രംഗത്തെത്തിയ അദ്ദേഹത്തിന് പിന്നാലെ കോൺഗ്രസിലെ നിരവധി എംപിമാർ കൂടി സ്ഥാനാർത്ഥിത്വത്തിനായി കച്ചകെട്ടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോഴും ലൈവാണ്. ഷാഫി പറമ്പിൽ, എം.കെ. രാഘവൻ, ശശി തരൂർ, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ളവരുടെയൊക്കെ പേരുകൾ ഈ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഇതോടെ ഇനി പ്രിയങ്ക ഗാന്ധി കൂടി സീറ്റ് ചോദിച്ചെത്തുമോ എന്ന തരത്തിലുള്ള ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി മോഹികളുടെ പൊട്ടിത്തെറിയാണ്. ജനുവരിയിൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ വി.ഡി. സതീശൻ മാർച്ച് പകുതിയായിട്ടും ലിസ്റ്റ് പുറത്തുവിടാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അതേസമയം ഘടകകക്ഷികളുമായുള്ള തർക്കങ്ങളും ഇതുവരെ തീർന്നിട്ടില്ല. ജോസഫ് ഗ്രൂപ്പുമായും CMPയുമായും ചർച്ചകൾ അനിശ്ചിതത്വത്തിൽ ആണ് എന്നാണ് ഇപ്പോഴും വരുന്ന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യേണ്ട സമയത്ത് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ സ്ഥാനാർത്ഥി ചർച്ചകളിൽ മുഴുകുമ്പോൾ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന LDF സർക്കാർ ശക്തമായ ഭരണ നിലപാടുകളോടെ മുന്നോട്ട് പോകുന്നതിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇതിലൂടെയാണ് വലിയ ചോദ്യം ഉയരുന്നത്: കോൺഗ്രസിന് അധികാരം വേണോ അതോ സ്ഥാനാർത്ഥിത്വം മാത്രം മതിയോ? KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെയും നിലപാടുകൾ പാർട്ടിക്കുള്ളിലെ ഐക്യം ഉറപ്പാക്കുന്നതാണോ അതോ കെ സുധാകരനെ പോലുള്ള നേതാക്കളെ ഒറ്റപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള നുണപറച്ചിലാണോ ഇപ്പോൾ വി.ഡി. സതീശന്? ഭരണത്തെ നേരിടാൻ തയ്യാറല്ലാത്ത ഒരു പ്രതിപക്ഷം കേരളത്തിന് എന്ത് മാറ്റം നൽകും?